ഹലോ, വെൽക്കം ടു അവേമിയാസ് വേൾഡ്. അപ്പോൾ അവേമിയാസ് വേൾഡിൻ്റെ ഇന്നത്തെ കുക്കിംഗ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് വളരെ ഈസി ആയിട്ട് ഏകദേശം 20 to 25 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പാണിത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആവശ്യത്തിന് ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ക്യാരറ്റ്, ബീൻസ്, സെലറി, ലീക്സ്, പിന്നെ ആവശ്യത്തിന് പെപ്പർ, കൂടാതെ കോൺഫ്ലോർ, സ്വീറ്റ് കോൺ, കുറച്ച് ഉപ്പ്, വിനീഗർ, ഒലീവ് ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. അതുകൂടാതെ 1 കപ്പ് സ്വീറ്റ് കോണിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി എടുത്തു വയ്ക്കാം. ഇതാണ് നമുക്ക് നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇട്ട് കൊടുക്കണം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ചി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് കൂടിയ സൂപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബീൻസും ക്യാരറ്റും, 1.5 ടേബിൾ സ്പൂൺ സെലറി, ലീക്സും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഈ വെജിറ്റബിൾ നന്നായി സോട്ടായി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന 1 കപ്പ് സ്വീറ്റ് കോൺ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ശേഷം 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും നമ്മളുടെ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സൂപ്പ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ മിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സൂപ്പിന് തിക്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിക്നെസ് വേണ്ടാത്തവർ അധികം വെള്ളം ആഡ് ചെയ്യേണ്ട. തിക്നെസ് അത്രയ്ക്ക് ആവശ്യമില്ലാത്തവർ വെള്ളം കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൂപ്പിലേക്ക് ടോട്ടൽ 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ അതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ 1 ടീസ്പൂൺ പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, നമ്മളുടെ ഹെൽത്തി ടേസ്റ്റി സ്വീറ്റ് കോൺ സൂപ്പ് റെഡി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെൽത്തി സ്വീറ്റ് കോൺ സൂപ്പ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള ടൈമിലൊക്കെ നമ്മൾ ഇത് ഈവനിങ്ങിലൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീലിംഗ് കിട്ടും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുമെന്ന് പ്രതീക്ഷയോടെ ബിൻസി സതീഷ് സൈനിങ് ഓഫ്.